ഭീഷ്മയെയും നേരിനെയും പിന്നിലാക്കി ആടുജീവിതം ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടർന്ന് പൃഥ്വിരാജ് ബ്ലസ്സി ടീമിൻ്റെ ആടുജീവിതം റിലീസ് ചെയ്ത് 7 ദിവസം പിന്നിടുമ്പോൾ സിനിമ ഇതുവരെ വാരിയത് 88 കോടി രൂപയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രങ്ങളിൽ 6ാം സ്ഥാനത്താണ് സിനിമ ഇപ്പോൾ. മഞ്ഞുമൽ ബോയ്സ്, 2018, പുലിമുരുകൻ, പ്രേമലു, ലൂസിഫർ, ആടുജീവിതം, നേര്, ഭീഷ്മപർവം, RDX, കണ്ണൂർ സ്ക്വാഡ് എന്നിവയാണ് മലയാളത്തിൽ ആദ്യ 10ലുള്ള പണം വാരി സിനിമകൾ. കേരളത്തിൽ നിന്ന് മാത്രമുള്ള കളക്ഷൻ 35 കോടിയാണ്. ഈ കുതിപ്പ് തുടരുകയാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ 100 കോടി നേടുന്ന ആദ്യ മലയാള സിനിമയെ ആടുജീവിതം മാറും. നേരത്തെ ഏറ്റവും വേഗത്തിൽ 50 കോടി കടക്കുന്ന മലയാള സിനിമ എന്ന റെക്കോർഡും ലൂസിഫറിനൊപ്പം ചിത്രം സ്വന്തമാക്കിയിരുന്നു. 2024 റിലീസ് ചെയ്ത പ്രേമലു, ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ സിനിമകൾക്കും പിന്നാലെയാണ് ആടുജീവിതത്തിൻ്റെ നേട്ടം. ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കുറുപ്പാണ് ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിലെത്തിയ 3ാമത്തെ മലയാള സിനിമ. 5 ദിവസം കൊണ്ട് ഈ ചിത്രം 50 കോടിയാണ് തികച്ചത്. പ്രീമിയർ ഉൾപ്പെടെ ആണിത്. അമൽ നീരദും മമ്മൂട്ടിയും ഒന്നിച്ച ഭീഷ്മപർവമാണ് 4ാം സ്ഥാനത്ത്. 6 ദിവസം കൊണ്ടായിരുന്നു ഈ മമ്മൂട്ടി ചിത്രം 50 കോടി തൊട്ടത്. 2018 5ാം സ്ഥാനത്ത്. ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സും 7 ദിവസത്തിലാണ് 50 കോടിയിലെത്തിയത്. അവധി ദിനങ്ങൾ തുടർച്ചയായി വന്നതും മറ്റു സിനിമകളുടെ റിലീസ് ഇല്ലാതായതും വലിയ കളക്ഷൻ നേടാൻ കാരണമായി. ഫാൻ ഷോകൾ ഇല്ലാതിരുന്നിട്ടും ആദ്യ ദിനം ചിത്രം കേരളത്തിൽ നിന്നും വാരിയത് 5,83 ലക്ഷം രൂപയാണ്. സിനിമയുടെ ആദ്യ ദിവസത്തെ ആഗോള കളക്ഷൻ 16,73 ലക്ഷം രൂപയാണ്. നിർമ്മാതാക്കൾ തന്നെയാണ് ഔദ്യോഗിക കളക്ഷൻ പുറത്തുവിട്ടത്. ഇന്ത്യയിൽ നിന്നും ആദ്യ ദിനം 8,78 ലക്ഷം രൂപയായിരുന്നു കളക്ഷൻ. മോഹൻലാലിൻ്റെ ഒടിയൻ സിനിമയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്നും ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഉയർന്ന തുക കൂടിയാണിത്. മലയാള സിനിമയുടെ ചരിത്രത്തിലാദ്യമായി കർണാടകയിൽ നിന്നും ആദ്യ ദിനം 1 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടുന്ന സിനിമയായും ആടുജീവിതം മാറിക്കഴിഞ്ഞു. തമിഴ്നാട്ടിലും മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജ് ബ്ലസ്സി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആടുജീവിതത്തിന് ഗംഭീര പ്രതികരണമാണ് ലഭിക്കുന്നത്. മലയാളത്തിൻ്റെ മാസ്റ്റർ പീസ് സിനിമകളിലൊന്ന് എന്നാണ് ചിത്രത്തെ പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത്. ബ്ലസ്സിയുടെ സംവിധാന മികവും ചോര നേരാക്കിയുള്ള പൃഥ്വിയുടെ ഗംഭീര പ്രകടനവുമാണ് സിനിമയുടെ ഹൈലൈറ്റ്. AR റഹ്മാന്റെ സംഗീതവും സുനിൽ KSന്റെ ഛായാഗ്രഹണവും റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദ മികവുമെല്ലാം സിനിമയുടെ മുതൽക്കൂട്ടാണ്. ഹക്കീമായി എത്തുന്ന ഗോകുലാണ് ഞെട്ടിക്കുന്ന മറ്റൊരു പ്രകടനം കാഴ്ചവെക്കുന്നത്.